الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم وأولي الأرحام بعضهم أولى ببعض في كتاب الله من المؤمنين والمهاجرين إلا أن تفعلوا إلى أوليائكم معروفا كان ذلك في الكتاب مسطورا വിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ മേഖലയിലും അല്ലാഹു തആല ഖൈറും ബറക്കത്തും എല്ലാം നമ്മിൽ ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ദുആ ചെയ്യാൻ പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച എല്ലാ സഹോദരങ്ങൾക്കും അല്ലാഹു തആല അവന്റെ റഹ്മത്തും ഫضലുകളുമെല്ലാം ധാരാളമായി വർഷിക്കുമാറാവട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. അനുഭവിക്കുന്ന വേദനയ്ക്ക് അല്ലാഹു തആല തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ വിശ്വാസികൾക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ആദർശ സഹോദരി ഇന്ന് രാവിലെ മരണപ്പെട്ടു. ജുമാക്ക് ശേഷം അവരുടെ ജനാസ സംസ്കരണമുണ്ട്. അല്ലാഹു തആല ആ സഹോദരിക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബിലെ 6-ാമത്തെ വചനമാണ് ഓതിവെച്ചത്. വിശുദ്ധ ഖുർആൻ ഏറെ ആവർത്തിച്ചു പഠിപ്പിച്ച ഒന്നാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗത്തെ പിൻപറ്റുക എന്നതിന്റെ ആവശ്യകത.
ഒരാളുടെ ഈമാൻ പൂർത്തിയാവാൻ, ശരിയായ വിശ്വാസിയാവാൻ, സ്വർഗപ്രവേശനം ലഭിക്കുവാൻ എല്ലാം അനിവാര്യമായും ഉണ്ടാകേണ്ട ഒന്നാണ് പ്രവാചകരെ പിൻപറ്റുക എന്നത്. അതില്ലാതെ അല്ലാഹുവിന്റെ സ്നേഹം പോലും ലഭ്യമാവുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. അല്ലാഹുവിന്റെ സ്നേഹം ലഭിക്കണമെങ്കിൽ പ്രവാചകരെ പിൻപറ്റണമെന്നാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല നമ്മോട് ആവശ്യപ്പെടുന്നത്. റബ്ബിന്റെ സ്നേഹം ലഭിക്കുക, നമ്മളെല്ലാം റബ്ബിനെ സ്നേഹിക്കുന്നു. അതിലേറെ വലിയ കാര്യമാണ് അല്ലാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭിക്കുക എന്നത്. റബ്ബിനെ സ്മരിക്കുന്നു നമ്മൾ, അതിലേറെ വലിയ കാര്യമാണ് അല്ലാഹു നമ്മെ സ്മരിക്കുക എന്നത്. ഖുർആൻ പറഞ്ഞു ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കുക, എന്നെ സ്മരിക്കുക എങ്കിൽ അദ്കുറുക്കും, ഞാൻ നിങ്ങളെയും സ്മരിക്കുമെന്നാണ് ഖുർആനിന്റെ പ്രയോഗം. നബി തങ്ങൾ വിശദീകരിച്ചു. അല്ലാഹു തആല പറയുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ പറയുന്ന ഹദീസിൽ കാണാം, വഇദാ ദക്കറനി ഫീ മലഇൻ ദക്കർതുഹു ഫീ മലഇൻ ഖൈരിൻ മിൻഹു. ഒരു സദസ്സിൽ വെച്ച് എന്റെ അടിമ എന്നെ കുറിച്ച് പറഞ്ഞാൽ അതിലേറെ ഖൈറായ സദസ്സിൽ വെച്ച് ആ അടിമയെ കുറിച്ച് ഞാനും പറയുമെന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നു, നീ റബ്ബിനെ സ്മരിക്കലല്ല വലുത്, അതിലേറെ വലിയ കാര്യം റബ്ബ് നിന്നെ സ്മരിക്കലാണ്. നീ റബ്ബിനെ സ്നേഹിക്കുന്നതിനേക്കാളും വലുത് റബ്ബ് നിന്നെ സ്നേഹിക്കലാണ്. എങ്കിൽ ആ റബ്ബിന്റെ സ്നേഹം നമുക്ക് ലഭിക്കാൻ കൂടിയുള്ള മാർഗം ഇത്തിബാഉർ റസൂൽ, റസൂലിനെ പിൻപറ്റുക, നബിയെ പിന്തുടരുക. അതാണ് അല്ലാഹു തആല നമ്മെ സ്നേഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചത്. നബി തങ്ങൾ പറഞ്ഞു, അവസാന കാലത്ത് വരാനുള്ള എന്ന ഉമ്മത്തിലെ ചില ആളുകൾ, അവർ എന്റെ ഉമ്മത്തിൽ എന്നെ ഏറെ സ്നേഹിക്കുന്നവരായിരിക്കുമെന്നാണ്. മിൻ അശദ്ദിന്നാസി ഇലി ഹുബ്ബ, എന്റെ ഉമ്മത്തിൽ എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരിൽപ്പെട്ടവരാണ് എന്റെ ഉമ്മത്തിൽ അവസാനം വരുന്ന ആൾ. എന്റെ കാലശേഷം ആയിരിക്കും അവർ വരിക. അവർ എന്നെ കണ്ടിട്ടില്ല, അവർ നബിയെ കണ്ടിട്ടില്ല. പക്ഷേ അവന്റെ സമ്പത്തും അവന്റെ കുടുംബത്തെയും എല്ലാം നൽകിയിട്ടെങ്കിലും എന്നത് കാണാൻ പറ്റിയെങ്കിലെന്ന് അവരാഗ്രഹിക്കും. അവരാണ് എന്റെ ഉമ്മത്തില് എന്നെ ഏറെ സ്നേഹിക്കുന്നവരിൽപ്പെട്ടവരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ കാണാൻ നമുക്ക് ദുനിയാവിൽ അവസരം ഉണ്ടായിട്ടില്ല. നബിയെ കുറിച്ച് നാം കേട്ടതാണ്, ഖുർആനിന്റെ ഹദീസിൽ മനസ്സിലാക്കിയതാണ്, ചരിത്രത്തിന് പാഠം പഠിച്ചതാണ്. അല്ലാതെ നബി തങ്ങൾ നോക്കുന്നവരെ കാണാൻ സ്വഹാബത്തിന് അവസരം ലഭിച്ചതുപോലെ നമുക്ക് അവസരം ലഭിച്ചിട്ടില്ല. ഇത് കാണാൻ അവസരം ഉണ്ടാവുക പവിത്രമായ ലോകത്താണ്, സ്വർഗത്തിൽ വെച്ചാണ്. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സത്യവിശ്വാസിക്കും ബന്ധപ്പെട്ടവർ പ്രവാചകർ തന്നെയാണ്. ഫന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്നാണ് ഓതിവെച്ച സൂറത്തുൽ അഹ്സാബിലെ 6-ാമത്തെ ആയത്തിന്റെ ആദ്യ ഭാഗം. അഥവാ പ്രവാചകരാണ് മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും ബന്ധപ്പെട്ടവർ. മിൻ അൻഫുസിഹിം, അവിടെ സ്വന്തത്തേക്കാൾ, സ്വന്തം ശരീരങ്ങളെക്കാൾ വിശ്വാസിക്ക് ഏറ്റവും ബന്ധമുള്ളത് നബിയോടാണ്. അത് ഈമാന്റെ ഭാഗമാണ് എന്നർത്ഥം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് നബി ഞങ്ങളെ സ്നേഹിച്ചിരുന്നത്, നബിയും നിങ്ങളും നമ്മുടെ ബന്ധം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അലി ഇബ്നു അബീ ത്വാലിബിന്റെ മറുപടി, കാന വല്ലാഹി അഹബ്ബ ഇലൈനാ മിൻ അംവാലിനാ വഔലാദിനാ വആബാഇനാ വഉമ്മഹാതിനാ. ആ പ്രവാചകർ ഞങ്ങൾക്ക് എല്ലാവരേക്കാൾ ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു. മിൻ അംവാലിനാ, ഞങ്ങളുടെ സമ്പത്തുക്കളേക്കാൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടത് ആ നബിയായിരുന്നു. മക്കളെക്കാൾ, മാതാപിതാക്കളെക്കാൾ, ഞങ്ങളുടെ പിതാക്കളെക്കാൾ എല്ലാവരേക്കാൾ ഏറെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ആ പ്രവാചകരായിരുന്നുവെന്നാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത്.
സ്വഹാബിമാർ നബിയെ സ്നേഹിക്കുക മാത്രമല്ല നബിയെ കാണാനും നബിയുടെ കൂടെ ഇരിക്കാനും എപ്പോഴും നബിയുമായി സഹവസിക്കാനും ഏറെ അവർ ആഗ്രഹിക്കുമായിരുന്നുവെന്നാണ്. എത്രത്തോളം എന്നാൽ ഒരു സ്വഹാബി വര്യൻ ഏറെ വിഷമിക്കുന്ന അവസ്ഥയിൽ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്താണ് താങ്കളെ വിഷമിപ്പിക്കുന്ന കാര്യം, എന്തേ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ സ്വഹാബിയുടെ മറുപടി, നബിയെ ദുനിയാവിൽ വെച്ച് താങ്കളെ കാണാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം ഞങ്ങൾ ഓടി വരുന്നു, നിങ്ങളെ കാണുന്നു. എന്നാൽ നാളെ പരലോകത്ത് നബിയെ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ പോലും താങ്കളൊക്കെ ഉന്നതമായ സ്ഥാനത്തായിരിക്കുമല്ലോ, അമ്പിയാക്കളുടെ കൂടെയായിരിക്കുമല്ലോ. ഞങ്ങളൊക്കെ സ്വർഗത്തിലാണെങ്കിൽ പോലും നിങ്ങളുമായി കണ്ടുമുട്ടാൻ സാധിക്കില്ലല്ലോ നബിയെ. അതാണ് എന്നെ പ്രയാസപ്പെടുത്തുന്ന വിഷമിപ്പിക്കുന്ന കാര്യമെന്ന് പറയുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നിസായിലെ 69-ാമത്തെ വചനം അവതരിപ്പിച്ചത്. വമയുതഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖ എന്ന ആയത്ത് റബ്ബ് അവതരിപ്പിച്ചത് അവിടെയാണ്. ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നുവെങ്കിൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു തആല അനുഗ്രഹം ചൊരിഞ്ഞവരുടെ കൂടെയായിരിക്കുന്നവർ, മിനൻ നബിയ്യീന വസ്സദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, പ്രവാചകന്മാരുടെ കൂടെ, സുദ്ദീഖുകളുടെ കൂടെ, ശുഹദാഇന്റെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെയായിരിക്കും അവരുണ്ടാവുക. വഹസന ഉലൈക റഫീഖ, എത്ര മാത്രമല്ല കൂട്ടുകാരാണ് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതി സ്വഹാബത്തിനെ അറിയിക്കുന്ന സന്തോഷ വാർത്ത. സ്വഹാബിമാർ ഏറെ സന്തോഷിച്ച ആയത്തായിരുന്നു എന്നാണ്. നബിമാരുടെ കൂടെ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയും അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നുവെങ്കിൽ. അല്ലാഹുവിനെ അനുസരിക്കുന്നുവെങ്കിൽ, അതേപോലെ റസൂലിനെയും അനുസരിക്കുന്നുവെങ്കിൽ അവർ അമ്പിയാക്കളുടെ കൂടെയാണ്, സുദ്ദീഖീങ്ങളുടെ കൂടെയാണ്, ശുഹദാഇന്റെ കൂടെയാണ്, സ്വാലിഹീങ്ങളുടെ കൂടെയാണ്. വഹസുന ഉലൈക റഫീഖ, എത്ര നല്ല കൂട്ടുകാരാണ് എന്നാണ് ഈ ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. നമുക്കും ആ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നബിയെ കാണുക, നബിയോടൊപ്പം സ്വർഗ്ഗത്തിലേക്ക് എത്തുക, അമ്പിയാക്കളുടെ കൂടെ എത്തുക എന്നത് ഏത് വിശ്വാസിയും ഏറെ ആഗ്രഹിക്കേണ്ടുന്ന കാര്യമായി തന്നെയാണ് ഈ പ്രമാണങ്ങളെല്ലാം നമ്മെ അറിയിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ നബിതങ്ങളെ പിൻപറ്റൽ തന്നെയാണ് അതിനുള്ള മാർഗം. അല്ലാതെ വർഷത്തൊരിക്കൽ പാട്ടുപാടി ആഘോഷിച്ച് നബിയെ സ്നേഹിക്കുന്നുവെന്ന് അവകാശവാദം ഉന്നയിച്ചാൽ മാത്രം അത് സ്നേഹമല്ല എന്നാണ് നബിതങ്ങൾ പറയുന്നുണ്ട്. കുല്ലു ഉമ്മത്തി യദ്ഖുലുൽ ജന്ന, എന്റെ ഉമ്മത്ത് എല്ലാവരും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവർ ഒഴികെ എല്ലാവരും സ്വർഗ്ഗത്തിൽ കടക്കുമെന്നാണ്. സ്വഹാബിമാർ ചോദിച്ചു, നബിയെ ആരാണ് വിസമ്മതിക്കുന്നവർ, ആർക്കാണ് സമ്മതമില്ലാത്തത്, ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നബി തങ്ങൾ നൽകുന്ന വിശദീകരണം, മൻ അത്വാഅനി, എന്നെ ആരാണോ അനുസരിക്കുന്നത് അവൻ സ്വർഗ്ഗത്തിലാണ്. വമൻ അസ്വാനി ഫഖദ് അബാ, ആരാണ് ധിക്കരിക്കുന്നത് അവനാണ് വിസമ്മതിച്ചവൻ. ഞാൻ പറഞ്ഞാൽ സ്വീകരിക്കാൻ തയ്യാറില്ലാത്തവൻ, എന്റെ കൽപ്പന പിൻപറ്റാൻ സന്നദ്ധമല്ലാത്തവൻ, എന്നോട് ധിക്കാരം കാണിക്കുന്നവൻ, അനുസരണക്കേട് കാണിക്കുന്നവൻ, അവനാണ് വിസമ്മതിച്ചവൻ. അങ്ങനെ വിസമ്മതിച്ചവരല്ലാത്തവരെല്ലാം എന്റെ ഉമ്മത്ത് മുഴുവനും സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് ആ നബിയെ അനുസരിക്കുക, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. പ്രവാചകൻ പറഞ്ഞു, മൻ അത്വാഅനി ഫഖദ് അത്വാ അല്ലാഹ്, ആരെങ്കിലും എന്നെ അനുസരിക്കുന്നുവെങ്കിൽ ഫഖദ് അത്വാ അല്ലാഹ്, തീർച്ചയായും അവൻ അനുസരിച്ചത് പഠിച്ച റബ്ബിനെ തന്നെയാണ്. അല്ലാഹു അയച്ച റസൂലാണ്, അല്ലാഹുവാണ് പറഞ്ഞത് റസൂലിനെ പിൻപറ്റണമെന്ന്. അതുകൊണ്ട് നബിയെ അനുസരിച്ചാൽ, നബിയെ പിന്തുടർന്നാൽ അല്ലാഹുവിനെയാണ് അനുസരിച്ചത്. വമൻ അസ്വാനി ഫഖദ് അസല്ലാഹ്, എന്നോട് ആരെങ്കിലും എതിരായി പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ അല്ലാഹുവിനോട് എതിരെ പ്രവർത്തിച്ചവനാണ് എന്നാണ് ആ ഹദീസിൽ നമ്മെ അറിയിക്കുന്ന കാര്യം. അതുകൊണ്ട് പ്രവാചകരെ കാണാനും നബിയോടൊപ്പം കൂടാനുമുള്ള അതിയായ സ്നേഹം തന്നെയാണ് ഏറ്റവും പ്രധാനം. നബി ഞങ്ങളുടെ സ്വഹാബിയായ അദ്ദേഹം ഒരിക്കൽ നബിയോട് ചോദിക്കുകയാണ്, നബി എപ്പോഴാണ് ഖിയാമത്ത് ഉണ്ടാവുക, എന്നാ ലോകം അവസാനിക്കുക, എപ്പോഴാണ് അന്ത്യനാൾ എന്ന് ചോദിക്കുമ്പോൾ നബി ഞങ്ങളെ മറുപടി, നീ എന്താണ് അതിനു വേണ്ടി ഒരുക്കി വെച്ചത് എന്നാണ്. ഖിയാമത്ത് എന്നാ ചോദിക്കുന്നുവല്ലോ, ആ ഖിയാമത്ത് എന്നാണെങ്കിലും അതിനുവേണ്ടി നീ എന്താണ് തയ്യാറാക്കി വെച്ചത്
എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, നബിയെ, എനിക്ക് അധികമായി അമലൊന്നുമില്ല, കാര്യമായി അധികമായും അമലൊന്നുമില്ല. ഇല്ല അന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, എനിക്ക് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഏറെ ഇഷ്ടമാണ്, അതാണ് എനിക്കുള്ള കൈമുതൽ എന്ന് പറയുമ്പോൾ നബി തങ്ങൾ പറയുന്നു, അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെയായിരിക്കുമെന്നാണ്. അല്ലാഹുവിന് ഇഷ്ടമാണോ, റസൂലിന് ഇഷ്ടമാണോ, മുഅ്മിനീന് ഇഷ്ടമാണോ എങ്കിൽ ആ റസൂലിന്റെ കൂടെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് എത്താൻ കഴിയുമെന്നാണ് ആ ഹദീസിന്റെ ആശയം. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫമാ ഫരിഹ്നാ ബിശൈഇൻ ബഅദൽ ഇസ്ലാമി ഫർഹനാ ബിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ ഈ വാക്ക് കേട്ടപ്പോൾ ഞങ്ങൾ സന്തോഷിച്ചത്ര ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഞങ്ങൾ ഒന്നുകൊണ്ടും സന്തോഷിച്ചിട്ടില്ല എന്നാണ്. മുസ്ലിമായതിനു ശേഷം പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുണ്ടാക്കിയത് നബിയുടെ ഈ വാക്കായിരുന്നു, ആരെ സ്നേഹിച്ചുവോ അവരെ കൂടെയാണ് എന്ന നബി തങ്ങളുടെ ആ വാക്ക് ഏറെ സന്തോഷമാണ് ഞങ്ങൾക്ക് നൽകിയത് എന്ന് അനസ് പറയുന്നത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന റിപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ നബിയെ പിൻപറ്റൽ തന്നെയാണ് അതിപ്രധാനം. നബി തങ്ങൾ ഈ മനടയാളമായി പറഞ്ഞപ്പോഴും എണ്ണി പറഞ്ഞ മൂന്ന് കാര്യത്തിൽ ഒന്ന്, അവന് ഏറ്റവും പ്രിയപ്പെട്ടവർ അല്ലാഹും റസൂലും ആവുക എന്നാണ്. അയ്യകുന അല്ലാഹു റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അല്ലാഹുവും റസൂലും ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറുക മറ്റാരേക്കാളും എന്നാണ് ആ ഹദീസിലെ അധ്യാപനം. നബി തങ്ങളെ പിൻപറ്റുക, ജീവിതത്തിലെ എല്ലാ രംഗത്തും നമ്മുടെ മാതൃകയായി പ്രവാചകരെ കാണുക. എനിക്ക് എന്റെ റോൾ മോഡൽ പ്രവാചകരാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ നബി തങ്ങൾ എന്തൊക്കെ ശ്രദ്ധിച്ചുവോ അതെല്ലാം ശ്രദ്ധിക്കുക. വെള്ളം കുടിക്കുമ്പോൾ നബി തങ്ങൾ എങ്ങനെയാണോ കുടിച്ചത് അങ്ങനെ കുടിക്കുക. വേഷം ധരിക്കുമ്പോൾ നബി തങ്ങൾ പഠിപ്പിച്ച മര്യാദകൾ എന്തെല്ലാമാണോ അതെല്ലാം പാലിക്കാൻ ശ്രമിക്കുക. അങ്ങനെ തുടങ്ങി എഴുന്നേൽക്കുന്ന മുതൽ രാത്രി ഉറങ്ങുന്നവരെയുള്ള ഓരോ സന്ദർഭത്തിലും എന്റെ പ്രവാചകൻ എന്നെ എന്താണോ പഠിപ്പിച്ചത് അങ്ങനെ തന്നെ ജീവിക്കണമെന്ന ശരിയായ റോൾ മോഡലായി നബി തങ്ങളെ കാണാൻ കഴിഞ്ഞാൽ അതാണ് പ്രവാചക സ്നേഹമെന്നത്. ഏതു കാര്യം ചെയ്യുമ്പോഴും, എന്ത് കാണുമ്പോഴും, കേൾക്കുമ്പോഴും, ഏതു വഴിക്ക് നീങ്ങുമ്പോഴും ഒക്കെ എന്റെ പ്രവാചകന്റെ മാതൃക എന്താണ്? എല്ലാത്തിലും ഉപരി വിശ്വാസ കാര്യങ്ങൾ, പ്രവാചകൻ പഠിപ്പിച്ച വിശ്വാസം എന്താ, നബി തങ്ങളെ പഠിപ്പിച്ച എന്റെ അഖീദ എന്താണ് എന്നന്വേഷിക്കുകയും അത് ജീവിതത്തിൽ വിശ്വാസമായി സ്വീകരിക്കുകയും പ്രവാചകൻ വിലക്കിയതിനെ ഒഴിവാക്കുകയും നബി തങ്ങളെ കൽപ്പനകളെ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതാണ് സ്നേഹത്തിന്റെ അടയാളം. അതല്ലാതെ സ്നേഹമുണ്ടെന്ന് വാദിക്കുകയും ആ സ്നേഹത്തിന്റെ പേരിൽ ഘോഷയാത്രകളും ആഘോഷ പരിപാടികളും സങ്കല്പിക്കുമ്പോൾ പോലും നിസ്കാരം പാഴാക്കുന്ന, ഇസ്ലാമിക മര്യാദകൾ പോലും പാലിക്കാതെ പോകുന്ന, ആണും പെണ്ണും ഒന്നാകെ ഒരുമിച്ച് കൂടി പോകുന്ന രീതികൾ സ്വീകരിക്കുകയും പ്രവാചകനെ സ്നേഹിക്കുന്നുവെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അത് സ്നേഹമല്ല സഹോദരങ്ങളെ. ഇന്ന് അതിന്റെ പേരിൽ പലപ്പോഴും ഹറാമുകളാണ് നടക്കുന്നത്, ബിദ്അത്തുകളാണ് അരങ്ങേറുന്നത്, കൊടിയ ശിർക്കുകളാണ് പാടിപ്പറയുന്ന പാട്ടുകൾ, ബൈത്തുകളിൽ എല്ലാം ഉള്ളത്. നബി തങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വരികൾ മുതൽ ഇല്ലാ കഥകൾ, കെട്ടുകഥകൾ, നബിയുടെ പേരിൽ പറയുന്ന ഒട്ടനവധി ഇല്ലാത്ത കഥകൾ കുത്തിനിറച്ചവയാണ് ഇന്ന് ആലപിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ സ്നേഹമല്ലെന്ന് മാത്രമല്ല പ്രവാചകർക്ക് എതിരായി പ്രവർത്തിക്കൽ കൂടിയാണ് എന്ന് നാം തിരിച്ചറിയുകയും അല്ലാഹുവിന്റെ റസൂലിനെ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ജീവിതത്തിൽ എല്ലാത്തിലും മാതൃകയായി ആ നബി തങ്ങളെ കാണുകയും നാളെ സ്വർഗത്തിലും നബിയോടൊപ്പം ഉണ്ടാകണമെന്ന, നബിയുടെ കൂടെ എത്തണമെന്ന അതേ ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യുക. റബീഅത്ത് ഇബ്നു കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയൻ പറയുന്നു, അദ്ദേഹം നബിക്ക് എപ്പോഴും സേവനം ചെയ്യുന്ന ആളാണ്. നബി തങ്ങളുടെ കൂടെ അദ്ദേഹം ഉണ്ടാകും. എന്താവശ്യമുണ്ടെങ്കിലും പ്രവാചക ഖിദ്മത്തും ചെയ്തുകൊണ്ട് നബിയുടെ ഖാദിമായി കൂടെ കൂടിയ സ്വഹാബിയായിരുന്നു റബീഅത്ത് ഇബ്നു കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു. ഒരിക്കൽ റബീഅയുടെ ഈ സ്നേഹവും ഇഷ്ടവും റബീഅയുടെ ഈ സ്വഭാവവും ഇതെല്ലാം കണ്ട പ്രവാചകൻ റബീഅയോട് പറഞ്ഞു, യാ റബീഅ, റബീഅ എനിക്ക് വല്ല ആവശ്യമുണ്ടോ നീ ചോദിച്ചോ, ഞാൻ അത് നിവർത്തിച്ചു തരാം. വല്ല ആവശ്യമുണ്ടോ? നബി തങ്ങൾ ഉദ്ദേശിച്ചത് വല്ല സാമ്പത്തികമായ സഹായമോ മറ്റു നിമിത്തം ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർത്തിയാക്കി കൊടുക്കാമെന്ന മട്ടിൽ പ്രവാചകൻ പറയുന്നു, യാ റബീഅ, വല്ലതും വേണമെങ്കിൽ ചോദിച്ചോ റബീഅ, ഞാൻ നൽകാം. റബീഅ പറയുന്നു, ഞാൻ ആലോചിച്ചു. നബി തങ്ങൾ ചോദിക്കാൻ പറഞ്ഞതാണല്ലോ, ഒരു ചോദിക്കുന്ന ചോദ്യം പഴക്കാൻ പാടില്ല. ഞാൻ നബിക്ക് അല്പം സമയം വേണം ഒന്ന് ആലോചിക്കാൻ. അത് സമയം തന്നു. ഞാൻ ആലോചിച്ചു എന്താ ചോദിക്കുക. ഒരുപാട് ആവശ്യങ്ങൾ എന്റെ മനസ്സിൽ ഓടി വന്നു. അത് ചോദിച്ചാലോ ഇത് ചോദിച്ചാലോ? അവസാനം എനിക്ക് മനസ്സിലായി ദുനിയാവിൽ എന്ത് ചോദിച്ചാലും അതെല്ലാം അവസാനിച്ചു പോകാനുള്ളതാണ്. അതുകൊണ്ട് ചോദിക്കേണ്ട ദുനിയാവല്ല, ആഖിറത്തിലെ കാര്യമാണ്. ഞാൻ നബിയോട് പറഞ്ഞു, നബിയേ, എനിക്ക് അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ കൂട്ടുകാരനായി ഉണ്ടാകണമെന്നാണ്. അസ്അലുക മുറാഖതക ഫിൽ ജന്ന,
നബിയെ സ്വർഗത്തിൽ അങ്ങയോടൊപ്പം കൂട്ടുകാരനായി കൂടാൻ എനിക്ക് അവസരം വേണം, അതാണ് എനിക്ക് ആവശ്യമുള്ളത്. നബി തങ്ങൾ ചോദിച്ചു, അതല്ലാത്ത ഒന്നും വേണ്ടേ, അത് മാത്രമാണോ വേണ്ടത്? അത് മതി. നബി തങ്ങൾ നൽകിയ മറുപടി, എങ്കിൽ സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കാനാണ്. സുജൂദ് വർദ്ധിപ്പിക്കുക, നമസ്കാരം വർദ്ധിപ്പിക്കുക, ധാരാളമായി നിസ്കരിക്കുക, സുന്നത്ത് നിസ്കാരങ്ങളെ വർദ്ധിപ്പിക്കുക, അതാ സുജൂദ് വർദ്ധിപ്പിക്കൽ. ആ സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഅക്ക് നൽകുന്ന മറുപടി എന്ന് കാണാൻ കഴിയും. അപ്പൊ അത് പ്രവാചകന്റെ കൂടെ എത്താനുള്ള ഒരു വഴിയാണ് എന്നർത്ഥമാണ്. നബി തങ്ങളുടെ കൂടെ എത്താൻ, സഹവസിക്കാൻ, സ്വർഗത്തിൽ കൂട്ടുകാരാവാനുള്ള വഴിയായിക്കൊണ്ട് പഠിപ്പിക്കപ്പെടുന്നതാണ് നിസ്കാരം വർദ്ധിപ്പിക്കുക, സുജൂദ് വർദ്ധിപ്പിക്കുക, അതേപോലെ നബിയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. ഹദീസിൽ കാണാം, അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അധികം ബന്ധപ്പെടുന്നവർ, എന്നോട് ഏറ്റവും അധികം അടുപ്പമുണ്ടാകുന്നവർ അക്സറഹും അലയ്യ സ്വലാത്ത, എന്റെ പേരിൽ ഏറ്റവും അധികം സ്വലാത്ത് നിർവഹിക്കുന്നവരാരോ അവരാണ് നാളെ പരലോകത്തിനോട് ഏറ്റവും അധികം അടുപ്പമുണ്ടാവുക എന്ന് നബി ഞങ്ങളെ പഠിപ്പിക്കുന്ന ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക, നിത്യജീവിതത്തിൽ എപ്പോഴും സ്വലാത്തുകളുടെ ഭാഗമായി മാറുക. വിശേഷ വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട ദിവസമാണ്. അത്തരം അമലുകൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക, നബി ഞങ്ങളെ പിൻപറ്റുക, പ്രവാചകനെ അനുസരിക്കുക. അതുവഴി മാത്രമാണ് ശരിയായ സ്നേഹികളായി മാറുകയും നാളെ പരലോകത്ത് അംബിയാഇന്റെ കൂടെ, ശുഹദാഇന്റെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാൻ സാധിക്കുകയും ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനു'മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളെയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് ഹദീസിൽ വ്യക്തമായി പറയുന്നു. വിശുദ്ധ ഖുർആനിലും വന്നു, അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ നിങ്ങൾക്കിന്ന് ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നുവെന്ന് സൂറത്ത് മാഇദയിലെ 3-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. നബി തങ്ങൾ വിവരിച്ചു, സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് അകറ്റുന്ന ഏത് കാര്യവും ഞാൻ നിങ്ങളെ കൽപ്പിക്കാതെ പോയിട്ടില്ല. സ്വർഗ്ഗത്തിൽ നിന്ന് അകറ്റുന്ന, നരകത്തിലേക്ക് അടുപ്പിക്കുന്ന ഏത് കാര്യത്തെക്കുറിച്ചും ഞാൻ നിങ്ങളോട് വിലക്കാതെയും പോയിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആ പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒന്ന് മതത്തിൽ കൂട്ടിച്ചേർക്കുക എന്നത് വലിയ ഗൗരവമായി ബിദ്അത്തായി പ്രവാചകൻ പറയുകയും ചെയ്യും. എല്ലാ ഖുതുബയിലും, എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറിൽ കയറിയാൽ നബി തങ്ങൾ ആവർത്തിച്ചു പറയുന്ന ഹദീസായിരുന്നു, കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല. പിൽക്കാലത്ത് മതത്തിൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ബിദ്അത്താണ്, പുത്തനാചാരങ്ങളാണ്. അത്തരം പുത്തനാചാരങ്ങളെല്ലാം വഴികേടാണ്, വഴികേടുകളെല്ലാം നരകത്തിലുമാണ് എന്ന് നബി തങ്ങൾ പറയാത്ത ഒരു ഖുതുബയില്ല, അത് ഉത്ബോധിപ്പിക്കാത്ത സംസാരങ്ങളില്ല. 1000 പ്രാവശ്യമെങ്കിലും നബി തങ്ങൾ പറഞ്ഞ ഹദീസാണ് ആ ഒരു ഹദീസ്. കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്. പൂർത്തിയായ മതത്തിലേക്ക് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയുക. 2 രൂപത്തിൽ വരാം അത്. ഒന്ന്, ഇല്ലാത്ത അമൽ ഉണ്ടാക്കിക്കൊണ്ടുവരിക. 2, ഉള്ള അമലിന് പുതിയ രൂപവും ഭാവവും എണ്ണവും നിശ്ചയിക്കുക. അത് രണ്ടും ബിദ്അത്താണ്. പുതിയ നിസ്കാരമുണ്ടാക്കി, പുതിയ നോമ്പുണ്ടാക്കി, പുതിയ ദിക്റുണ്ടാക്കി, പുതിയ സ്വലാത്ത് ഉണ്ടാക്കി, ഇതൊക്കെ ബിദ്അത്താണ്, ഇല്ലാത്ത അമൽ ഉണ്ടാക്കലാണ്.
ഇനി ഉള്ളാമലിന് പുതിയ രൂപം നൽകുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഉള്ളാമലാണ്. ഖുർആൻ പാരായണം ഉള്ളാമലാണ്. അതിന് പുതിയ രൂപം ഉണ്ടാക്കുക, മരിച്ചെടുത്ത് ഖുർആൻ ഓതുക. അപ്പൊ ഖുർആനോത്തിന് കൂലിയുണ്ട്, പക്ഷെ അത് മരിച്ചെടുത്തിലാക്കുമ്പോഴോ ഒരു പ്രത്യേകമായ സ്ഥലം നിശ്ചയിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പുണ്യമുണ്ട്, പക്ഷെ അത് പ്രത്യേക സ്ഥലത്ത് കൊണ്ടുവന്ന് അവിടെ 10 വർഷം സുന്നത്താണ്, ഇവിടെ 100 വർഷം സുന്നത്താണ് എന്ന് പറയുമ്പോൾ ആ സന്ദർഭത്തിൽ അത് ബിദ്അത്തായി മാറി. അത് ആപേക്ഷികമായ ബിദ്അത്ത്. അസ്ലുണ്ട് എന്നാൽ ഈ രൂപത്തിലില്ല, ഈ എണ്ണത്തിലില്ല, ഈ ഭാവത്തിലില്ല, ഈ മഹത്വം കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒന്ന് കൽപ്പിക്കപ്പെടുമ്പോൾ അത് ബിദ്അത്തായി മാറുന്നു. അസ്ലിയായി ഇല്ലാത്ത ഒന്ന് പുതുതായി ഉണ്ടാക്കുന്നുവെങ്കിൽ മിഅ്റാജ് നോമ്പ് ഒരു അടിസ്ഥാനവും ഇല്ലാത്തതാണ്. ബറാഅത്ത് നോമ്പ് ഒരു അടിസ്ഥാനവും ഇല്ലാത്തതാണ്. 96 നോമ്പ് ഒരു അടിസ്ഥാനവും ഇല്ലാത്തതാണ്. ഖുത്ബിയത്തിന് മുമ്പുള്ള നിസ്കാരം ഒരു അടിസ്ഥാനവും ഇല്ലാത്തതാണ്. അതൊക്കെ ഇല്ലാത്ത ഒന്ന് ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. അത് ശരിയായ എല്ലാത്തിനുമുള്ള ബിദ്അത്താണ്, മറ്റൊരു ആപേക്ഷികമായ ബിദ്അത്താണ് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിരിക്കുന്നത്. ആ നിലയ്ക്ക് മതത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്ന ഏത് കാര്യവും നബി തങ്ങൾ പറഞ്ഞു, നമ്മുടെ ഈ മതകാര്യത്തിൽ അതിൽ ഇല്ലാത്ത ഒന്ന് ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ട കാര്യമാകുന്നു എന്നാണ്. മറ്റു ഹദീസിൽ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, വല്ലവനും ഒരു അമൽ ചെയ്തു ലൈസ അലൈഹി അംറുനാ, അതിന് നമ്മുടെ കൽപ്പന ഇല്ല, നമ്മുടെ കൽപ്പന ഇല്ലാത്തൊരു അമൽ ആരെങ്കിലും ചെയ്താൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ട കാര്യമാണ്. ആ ഒരു അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇന്ന് മതത്തിന്റെ പേരിൽ ധാരാളം ഇല്ലാ കഥകൾ, ഇല്ലാത്ത ഇബാദത്തുകൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. നബിദിനാഘോഷം അങ്ങനെ ഉണ്ടാക്കപ്പെട്ട ഒന്നാണ്. ഹിജറ 300 ശേഷം ഷിയാക്കളാണ് തുടക്കമിട്ടത്. ഫാത്തിമിയാക്കൾ എന്ന് പറയുന്ന ഷിയാക്കളെ ഏറ്റവും വലിയ ഉഗ്രവാദികളായ, ആയിരക്കണക്കായ ഹാജിമാരെ കൊന്നൊടുക്കിയ, ഹജുൽ അസ്വദ് കൊള്ളയടിച്ചു കൊണ്ടുപോയ, കഅബയെ ആക്രമിച്ച, ധാരാളം മുസ്ലിമീങ്ങളെ പീഡിപ്പിച്ച ഫാത്തിമിയ, ഉബൈദിയ എന്നറിയപ്പെടുന്ന ഷിയാക്കളുടെ ഒരു വിഭാഗം ആളുകൾ, അവരാണ് ഹിജ്റ 300 ശേഷം ജന്മദിനാഘോഷം എന്ന് പറയുന്ന രീതി മുസ്ലിം സമുദായത്തിൽ ആദ്യമായി കൊണ്ടുവരുന്നത്. ഹിജ്റ 300-കളിൽ അവർ ഹജറുൽ അസ്വദ് കഅബയിൽ നിന്ന് കട്ടുകൊണ്ടുപോയി എന്നാണ്. 20 കൊല്ലക്കാലം ഹജറുൽ അസ്വദ് ഇല്ലാതെയാണ് കഅബാലയം സ്ഥിതി ചെയ്തത്. അതിനുശേഷം പിന്നീട് ഇസ്ലാമിക ഭരണാധികാരികൾ അവരിൽ നിന്ന് തിരിച്ചു പിടിച്ചിട്ടാണ് കഅബാലയത്തിൽ ഹജറുൽ അസ്വദ് വീണ്ടും സ്ഥാപിച്ചത്. പിന്നെയും അത് മോഷ്ടിക്കാൻ ശ്രമിക്കുകയും ആ മോഷണ ശ്രമം വിഫലമായപ്പോൾ ആ ഹജറുൽ അസ്വദിനെതിരെ അമ്പെയ്യുകയും അങ്ങനെ ഹജറുൽ അസ്വദ് പൊട്ടിപ്പിളർന്ന് 7 കഷ്ണങ്ങളായി മാറുകയും ചെയ്തു. ഹിജ്റ 300 വരെ ഹജറുൽ അസ്വദ് ഒറ്റക്കല്ലാണ്. ഇന്ന് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ വ്യത്യസ്തമായ കല്ലുകളായി അതിനുള്ളിൽ പതിച്ച് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ് കഅബാലയത്തിന്റെ മൂലയിൽ. അത് ഈ ഷിയാക്കൾ, ഈ ഫാത്തിമിയാക്കൾ, നബിദിനാഘോഷം ഉണ്ടാക്കിയ ആളുകൾ, അവർ അമ്പയിൽ പൊട്ടിച്ചതാണ് ആ ഹജറുൽ അസ്വദ്. അന്ന് ഹജ്ജിന്റെ സീസണിലാണ് ഹറമിന്റെ പരിസരത്ത് അവർ കലാപം ഒഴിച്ചു വിട്ടത്. ആയിരക്കണക്കായ ഹാജിമാരാണ് അന്ന് കൊല്ലപ്പെട്ടത്. അങ്ങനെ വലിയ ഭീകരമായ അക്രമങ്ങളും മർദ്ദനങ്ങളും എല്ലാം ഇളക്കിവിട്ട വലിയ പിഴച്ചുപോയ സംഘമായിരുന്നു ഷിയാക്കൾ തന്നെയുള്ള ഫാത്തിമിയ വിഭാഗം. ആ ഫാത്തിമിയാക്കൾ 300-കളിലാണ് നബിദിനാഘോഷം എന്ന് പറയുന്ന ഒരു ആഘോഷം കൊണ്ടുവരുന്നത്. അവിടുന്നാണ് തുടക്കം. പിന്നീട് കുറച്ചു കാലം നടന്നു. പിന്നീട് ഭരണാധികാരികൾ മാറി വന്നപ്പോൾ ആ ആഘോഷം ഇല്ലാതായി നിലച്ചുപോയി. ഏതാണ്ട് 150 കൊല്ലക്കാലം അത് ഇല്ലാതായി പോയി ലോകത്ത്. പിന്നീട് 5-ാം നൂറ്റാണ്ടിൽ അത് വീണ്ടും സ്ഥാപിക്കപ്പെട്ടു. അതിനുശേഷമാണ് 600-കളിൽ മുളഫർ രാജാവ് എന്ന് പറയുന്ന ഒരു രാജാവ് ആ രാജ്യത്തെ ഭരണപരിഷ്കാരത്തിന്റെ ഭാഗമായി 6 ജന്മദിനാഘോഷങ്ങൾ തുടക്കമിട്ടത്. അന്നത്തെ രാജാവിന്റെ ജന്മദിനാഘോഷം, നബിയുടെ ജന്മദിനാഘോഷം, അലിയുടെയും ഫാത്തിമയുടെയും ഹസൻ ഹുസൈന്റെയും ഇങ്ങനെ 6 ആഘോഷങ്ങൾ അവിടെ നടപ്പാക്കുകയും ആ ആഘോഷത്തിന്റെ പേരിൽ പൊതു ഖജനാവിൽ നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ ആളുകൾക്ക് നൽകുകയും ധാരാളമായ സമ്മാനങ്ങളും വ്യത്യസ്തമായ ആഘോഷ പരിപാടികളും ഒക്കെ സംഘടിപ്പിച്ച് ആളുകൾക്ക് ഒരു ഭരണത്തിന് അനുകൂലമായ ഒരു രീതി ഉണ്ടാക്കാൻ വേണ്ടി, ഒരു അനുകൂലമായ തരംഗം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചതിന്റെ ഭാഗമായാണ് 600-കളിൽ നബിദിനാഘോഷം ഉണ്ടായത്. അതിനുശേഷമാണത് സൂഫികളെ ഏറ്റെടുത്തു, അത് ലോകവ്യാപകമായി കൊണ്ടുവന്നു. അങ്ങനെയാണ് പിന്നീട് ലോകത്തത് വലിയ പ്രചാരം കിട്ടിപ്പോന്നത്. അല്ലാതെ നബിയുടെയോ സഹാബത്തിന്റെയോ താബികളുടെയോ താബികളുടെയോ കാലഘട്ടങ്ങളിലൊന്നും അങ്ങനെ രീതിയെ ഇല്ല. പക്ഷെ ഇന്ന് പലരും വ്യാജമായി പ്രചരിപ്പിക്കുന്നു. ഇതിന്റെ മഹത്വം അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞിട്ടുണ്ട്, ഉമർ ഖത്താബ് പറഞ്ഞിട്ടുണ്ട്, ഉസ്മാൻ അഫ്ഫാൻ പറഞ്ഞിട്ടുണ്ട്, ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വ്യാജ കഥകൾ
ഇന്ന് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊന്നും അവരിലേക്കൊന്നും ചേർക്കപ്പെടുന്ന പരമ്പരയുടെ കൂടെ അങ്ങനെ സംഭവമേ ഉദ്ധരിക്കപ്പെടുന്നില്ല. ഇമാം ഷാഫിയുടെ നൂറുകണക്കായ കിതാബുകളിൽ എവിടെയും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം പോലും കാണുക സാധ്യമല്ല. ആ കാലത്ത് അങ്ങനത്തെ രീതിയേ ഇല്ല. പിന്നീട് വന്ന രീതി ഹിജ്റ 600 ശേഷമാണ് അഹ്ലുസുന്നത്തിലേക്ക് ഈ ആഘോഷം കയറി വരുന്നത്. അവിടെ നിങ്ങോട്ടാണ് പ്രചാരമുണ്ടായത്. അതിനു മുമ്പ് ശിയാക്കൾക്ക് അത് പരിചയമുള്ളൂ. ഇന്ന് അതിന്റെ ഭാഗമായി ചൊല്ലുന്ന മൗലീദുകൾ മങ്കൂസാണെങ്കിലും ശബഫനാമാണെങ്കിലും അല്ലാത്തവയാണെങ്കിലും ധാരാളം കള്ളക്കഥകളാണ് അവയിലെല്ലാം ഉള്ളത്. നബിപ്രകാശമാണ് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് എന്നും ആ പ്രകാശത്തിൽ നിന്നാണ് അമ്പിയാക്കളെ പഠിച്ചത്, ആ പ്രകാശത്തിൽ നിന്നാണ് നരകം സ്വർഗം സൃഷ്ടിക്കപ്പെട്ടത്, ആ പ്രകാശത്തിൽ നിന്നാണ് അർശും കുർസിയും വരെ സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ള കഥകളെല്ലാം മൗലൂദ് കിതാബിൽ കാണാൻ കഴിയുന്നു. അങ്ങനെ തുടങ്ങി ഒട്ടനവധി ഇല്ലാ കഥകൾ ഈ മൗലൂദ് കിതാബിൽ നബിതങ്ങൾ ജനിച്ചപ്പോൾ സഹോദരാകം പറ്റുവരണ്ടതും ബിംബങ്ങൾ തലകുത്തി വീണതും അതേപോലെ അഗ്നി കെട്ടുപോയതും അടക്കമുള്ള കഥകളൊക്കെ എവിടുന്ന് കിട്ടിയെന്ന് പോലും അറിയാത്ത അടിസ്ഥാനമില്ലാത്ത കഥകളാണ് എന്നതാണ് വസ്തുത. അതൊക്കെ പാടി പറഞ്ഞുകൊണ്ടാണ് നബിയുടെ മദ്ഹാണ് എന്ന് പറയുന്നത്. ഇല്ലാ കഥകൾ പറയല്ലോ, മദ്ഹ് ഉള്ളത് പറയലാണ് മദ്ഹ്. ഒരാളെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞാൽ അത് മദ്ഹല്ല, അത് അവരെ പേര് കളവുണ്ടാക്കി പറയലാണ്. ഉള്ളത് പറയാണ് മദ്ഹ്. എന്നാൽ നബിയുടെ മദ്ഹ് എന്ന പേരിൽ എവിടെയും ഇല്ലാത്ത, എവിടുന്ന് കിട്ടിയെന്ന് പോലും അറിയാത്ത വ്യാജമായി പിൽക്കാലത്ത് ആര് കെട്ടിച്ചമച്ച് പ്രചരിപ്പിച്ച കഥകളാണ് പാടിയും പറഞ്ഞും കൊണ്ടിരിക്കുന്നത്. നബിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വരികളാണ് ഈ മൗലിദുകൾ എല്ലാം ഉള്ളത്. സലഫ് അലാമാണ് ഇതേ മാസം വ്യാപകമായി ഓതുന്നത്. മങ്കൂസാണ് മറ്റൊരു മൊഴി ഓതുന്നത്. അവിടെയൊക്കെ എത്രയെത്ര വരികൾ നബിയെ വിളിച്ച് കൊടിയ ശിർക്കിന്റെ ആശയമുള്ള വരികൾ പോലും. അബ്ദുൽ മിസ്കീൻ യർജു ഫലക്കൽ ജമ്മൽ വഫീർ, നബിയെ താങ്കളുടെ മിസ്കീനായ അടിമ, താങ്കൾ ഔദാര്യം കാണിക്കുന്ന നബി എന്ന പ്രഖ്യാപനം സലഫ് അലാമിലുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പോലും റസൂലിനെ കുറിച്ച് പരിചയപ്പെട്ടത് മുഹമ്മദ് അബ്ദുല്ലാഹി വറസൂലുഹു എന്ന അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിന്റെ റസൂലാണ് എന്നാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മളും അതാ പറയുന്നത് മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. നബി ഞങ്ങളെ പറഞ്ഞു, ക്രിസ്ത്യാനികൾ ഈസാ നബിയെ അമിതമായി വർണ്ണിച്ചതുപോലെ നിങ്ങൾ എന്നെ അമിതമായി വർണ്ണിക്കരുത്. നിങ്ങൾ പറയേണ്ടത് അബ്ദുല്ലാഹി വറസൂലുഹു, അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് പറയേണ്ടത് എന്ന് നബി ഞങ്ങളെ പ്രത്യേകമായി നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. എന്നാൽ ഇവിടെ അബ്ദുൽ മിസ്കീൻ, നബിയെ താങ്കളുടെ മിസ്കീനായ അടിമയാണ് ഞാൻ, ആ താങ്കളുടെ ഔദാര്യമാണ് എനിക്ക് ആവശ്യമെന്ന് വിളിച്ചു പറയുന്ന വരികൾ ഈ കിതാബിലുണ്ട്. പാപങ്ങൾ ചെയ്തു പോയ നബിയോട് ആവലാതി പറയുന്ന വരികൾ അതിലുണ്ട്. ഇല്ലാത്ത കഥകൾ എമ്പാടും അതിൽ കുത്തി നിറക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ മദ്ഹ് എന്ന പേരിൽ ആചരിക്കാവതല്ല, അതുമായി സഹകരിക്കാവതല്ല. മതത്തിന്റെ പേരുണ്ടാകുന്ന ബിദ്അത്ത്, അതേപോലെ ശിർക്ക്, ഹറാമുകൾ എല്ലാം കൂടിക്കലർന്ന ഒന്നിനെ എങ്ങനെയാണ് അതിനെ സപ്പോർട്ട് ചെയ്യാനും അതിനുവേണ്ടി പണം ചെലവഴിക്കാനും ഭാഗവാക്കാവാനും ഒരു വിശ്വാസിക്ക് സാധിക്കും. അത് നബി സ്നേഹമല്ല. നബി ഞങ്ങളെ സ്നേഹിക്കൽ, നബി ഞങ്ങളെ പിൻപറ്റലാണ്. മൻ അത്വഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ, എന്നെ ആരനുസരിച്ചുവോ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും, എനിക്കാരനുസരണക്കേട് കാണിച്ചുവോ അവനാണ് വിസമ്മതിച്ചവനെന്ന ആ ഹദീസ് സഹോദരൻ നമുക്ക് പാഠമാവേണ്ടതുണ്ട്. ആ നിലയ്ക്ക് ശരിയായ പ്രവാചക സ്നേഹികളായി, ശരിയായ വിശ്വാസികളായി, നബിയെ പിൻപറ്റുന്നവരായി ജീവിച്ചു മരിക്കാൻ നാം പരിശ്രമിക്കുക. നബിയോടൊപ്പം സ്വർഗത്തിലേക്ക് എത്തണം, അംബിയാഇന്റെ കൂടെ സ്വർഗത്തിലേക്ക് എത്തണം. വഹസുന ഉലൈക റഫീഖ എന്ന് പറഞ്ഞ ഏറ്റവും നല്ല കൂട്ടുകാരാണെന്ന് പറഞ്ഞ ആ കൂട്ടുകാരോടൊപ്പം അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയണം. അതിന് അല്ലാഹുവും റസൂലും പഠിപ്പിച്ചെന്തോ അത് പ്രാവർത്തികമാക്കുക, വിശ്വാസം ശരിയാക്കുക, തൗഹീദിൽ അടിയുറച്ചിരിക്കുക, നബി ഞങ്ങളുടെ സുന്നത്തുകളെ പിൻപറ്റുക, ഹറാമിനോട്, ബിദ്അത്തിനോട്, ശിർക്കിനോട്, തിന്മകളോടെല്ലാം പൂർണ്ണമായും പിൻവലിക്കുക, റബ്ബിനോട് ദുആ ചെയ്യുക. ആ നിലക്കുള്ള മുഅ്മിനീങ്ങൾ റബ്ബ് നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ച നാം സൂചിപ്പിച്ചിരുന്നു, കക്കാട് ഹൈവേയിൽ വരുന്ന ഒരു വലിയ ഒരു പള്ളിയും അനുബന്ധമായ സൗകര്യങ്ങളുടെയും നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട കാര്യം ഓർമ്മപ്പെടുത്തി. ധാരാളം ആളുകൾ പങ്കാളികളായി. അൽഹംദുലില്ലാഹ് ഏതാണ്ട് ആ പദ്ധതിയുടെ 1/3 പൂർത്തിയായിരിക്കുകയാണ്. അധികം വൈകാതെ തൊട്ടടുത്ത ദിവസങ്ങളിൽ അത് പൂർത്തിയാകും. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച പോലെ ഒരു പക്ഷെ പിന്നീട് അവസരം ഉണ്ടാകണമെന്നില്ല. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ആ ഓഫറെങ്കിലും അറിയിച്ചാൽ ആ അവസരം ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു. ഹൈവേയിൽ ഏത് യാത്ര
യാത്രക്കാർക്കും 24 മണിക്കൂർ നിസ്കരിക്കാൻ സൗകര്യമുള്ള ഒരു നല്ല ഒരു പള്ളിയും ദഅവത്തിന്റെ ഒരു വലിയൊരു കേന്ദ്രവുമാണ് ഇൻഷാ അല്ലാഹ് കക്കാട് ടൗണിൽ യാഥാർത്ഥ്യമാകുന്നത്. നാഷണൽ ഹൈവേയോട് ചേർന്ന് ഫസ്റ്റ് പോർട്ടിലാണ് നമ്മുടെ ആ പ്രൊജക്ട് ഉണ്ടാകുന്നത്. നിർമ്മാണത്തിലാണ് പങ്കാളിയാവാൻ ഇപ്പോൾ അവസരമുള്ളത്. ഒരു സ്ക്വയർ ഫീറ്റ് 2500 രൂപയാണ് നിർമ്മാണ ചെലവ്. അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സ്ക്വയർ ഫീറ്റുകൾ 5, 10, 50, 100 എത്ര സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും കഴിയുന്നതനുസരിച്ച് നാം അത് ഏറ്റെടുക്കുക. ഒരു വർഷം കൊണ്ട് പലപ്പോഴായി പണം നൽകിയാലും ശരി, അത്തരമൊരു പദ്ധതിയിൽ ഒരു പക്ഷെ എപ്പോഴും അവസരം ഉണ്ടാകണമെന്നില്ല. പിന്നീട് അതിലൊക്കെ ഭാഗവാക്കണമെന്ന് വിചാരിച്ചാൽ ഒരു പക്ഷെ സാധിക്കണമെന്നില്ല. മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി ഭാഗവാക്കാവുക, കഴിവനുസരിച്ച് ഇതിൽ പങ്കാളിയാവുക. അല്ലാഹു തആല നമ്മിൽ നിന്നെല്ലാം കബൂലാക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. റബ്ബനാ ഇസ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ